സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. അതിശക്തമായ മഴ പെയ്ത തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. 5 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി സമഗ്രമായ മുന്നൊരുക്കങ്ങൾ വേണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. 1 മണിക്കൂർ ശക്തമായ മഴ പെയ്താൽ തിരുവനന്തപുരം നഗരം മുങ്ങുന്ന അവസ്ഥയ്ക്ക് മാറ്റമില്ല. കിഴക്കേക്കോട്ടയിലും പഴവങ്ങാടിയിലും മുട്ടോളം മലിനജലം. ഒരു മാറ്റവുമില്ലല്ലോ എന്ന് ജനങ്ങൾ. ഭയങ്കര പ്രശ്നമില്ലേ, ഈ ചെളി വെള്ളമല്ലേ, അഴുക്ക് ചാലിക്കൂടെ ഒഴുകി വരുന്ന വെള്ളം, അസുഖക്കാരില്ലേ, അപ്പോൾ അത് പ്രശ്നമല്ലേ, എല്ലാവർക്കും ഉണ്ട് പ്രശ്നം. വളരെ ബുദ്ധിമുട്ടാണ്. മനുഷ്യനൊക്കെ നടക്കാനും പറ്റില്ല. വയസ്സായ നമുക്കൊക്കെ സുഖമില്ലാത്ത ആൾക്കാരാണ്. നമുക്ക് നടക്കാനും പറ്റില്ല, എടുക്കാനും പറ്റില്ല. വലിയ ഒരു ബുദ്ധിമുട്ടാണ്. മാസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസ് കെട്ടിടം ചോർന്നൊലിച്ചു. കോർപ്പറേഷൻ മാത്രം ഇടപെട്ടതുകൊണ്ട് പ്രശ്നപരിഹാരമാകില്ലെന്ന് മേയർ വി രാജേഷ്. കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ള തോടുകളല്ല, അതിൽ ഒരു നവീകരണ പ്രവർത്തനവും നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതിന് മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും ഉടമസ്ഥയിലുള്ള തോടുകളാണ്. അതിന് മുകളിൽ സ്ലാബ് ഇടാനോ ഇതൊന്നും ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രിമാരോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഇതിന് പദ്ധതികൾ ആവിഷ്കരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും മണ്ണിടിച്ചിലുൾപ്പെടെയുള്ള ദുരന്ത സാധ്യതകളും മുന്നിൽ കണ്ട് എല്ലാ വകുപ്പുകളും കാലവർഷത്തിനു മുന്നോടിയായുള്ള പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി സതീശൻ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.